വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഞങ്ങളുടെ പ്രിയ മാതാവിനെ ദയാപൂർവം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയോർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച ഈ ദാസിയെ കടങ്ങളിലും പാപങ്ങളിൽ നിന്നും അങ്ങയുടെ അമൂല്യമായ തിരത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആഴത്തിൽ നിന്നഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു, പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ, അതില് വൾക്കു തുറക്കണമേ. കർത്താവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണം. ആന്റണിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാളുകളായിട്ട് സഹനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. രോഗിയായിട്ട് ദീർഘനാൾ അങ്ങനെ മരണത്തോട് വല്ലടിച്ച് കഴിയുകയായിരുന്നു. അറിയാം, ഈ അവസരത്തിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. തന്നെയാണ് തൻ്റെ എതിർത്ത സമ്മാനം വാങ്ങിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്നത്. രചന ആന്റണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ശാന്തിക്കേണ്ട മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ സ്തുതിയും പ്രാർത്ഥിക്കാൻ സമാധാനം കർത്താവേ, കരയുന്നവരുളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നങ്ങളുടെ പ്രതീക്ഷയാൽ നിരദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ റൂഹായി മൃതനാമെന്നിൽ കഴിയണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഖയുടെ നാട്ടിൽ ചേർക്കണം. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. കർത്താവേ, ഇതിന്റെ കരുണകളെ അനുഗമിക്കുകയും ദയാധിക്കുന്ന പാപങ്ങൾ വായിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരേ, ആകാശത്തിലും ഭൂമിയിലും സുദർശനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും സൃഷ്ടാവായ ദൈവമേ, അങ്ങയുടെ ഛായയിൽ സൃഷ്ടിക്കുകയും അനന്തമായ കാരുണ്യത്താൽ പരിപാലിക്കുകയും അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ അമ്മച്ചിയെ ദയാപൂർവ്വം കടാക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ നിസ്സീമമായ പരിപാലനയോർത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ അങ്ങയെ പ്രസാദിപ്പിച്ച ഈ സഹോദരിയെ കടങ്ങളിലും പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും സ്വർഗഭാഗ്യത്തിന് അർഹയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആഴത്തിൽ നിന്നഖിലേശ പാപികൾ നിന്നെ വിളിക്കുന്നു. പ്രാർത്ഥന സദയം കേൾക്കണമേ, പാപവിമോചനമേകണമേ. മർത്യകുലത്തിൻ പാപങ്ങൾ കൃത്യമലന്നു വിധിച്ചിടുകിൽ പരിപാവനമാം പറുദീസ നേടാൻ അർഹതയാർക്കുണ്ടാം. നിർദ്ദയം ഇവനെ തള്ളരുതേ, നരകത്തിയിലടക്കരുതേ. കർത്താവേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഈ സഹോദരിയെ സ്വർഗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അവിടെ ആളെ ത്രിയേക ദൈവത്തിന് സ്തുതിയും ആരാധനയും അർപ്പിക്കുവാൻ യോഗ്യയാക്കുകയും ചെയ്യണമേ. സ്നേഹമുള്ളവരെ, തമ്പുരാന്റെ വലിയ ഇഷ്ടപ്രകാരം ഉള്ള വീട് സ്വീകരിച്ച് നമ്മിൽ നിന്ന് വേർപിരിയുന്ന അമ്മച്ചിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും കാലം നമ്മോടുകൂടെ ജീവിക്കാൻ അവസരം നൽകിയതിന് നമുക്ക് വിശ്വാസം തന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്ന പാപികളെ നിത്യസംഖ്യേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിനുകൾ ആശീർവദിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനയിടാനിടയാക്കരുതേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും വളരെ ശോകമുഖമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇവിടുത്തെ കുടുംബനാഥ റെജീന ആൻ്റണി തൻ്റെ 84 വർഷത്തെ കടമകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നിത്യസമ്മാനത്തിനായിട്ട് പോയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സഹോദരിയെ നമ്മൾ കാണാനും ഓർക്കാനും പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ ദീർഘമായ ജീവിതത്തിനിടയിൽ തൻ്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയുള്ള ആ ഒരു ജീവിതം അത് വിശുദ്ധമായിട്ട് തന്നെ നിർവഹിച്ചുകൊണ്ടാണ് കടന്നു പോയിരിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ ഏതാണ്ട് 1 വർഷത്തോളം തന്നെ കിടപ്പിൽ അവിടെ കഴിയുകയായിരുന്നു. അല്പം ബെഡ്സോറൊക്കെ ആയിട്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആ മകളെ ഇന്നലെയാണ് തമ്പുരാൻ പ്രത്യേകമായ രീതിയിൽ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. നമുക്കറിയാം,
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെ വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ സ്ഥലമൊരുക്കുവാനായിട്ട് നിങ്ങൾക്ക് പോകുന്നു. സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഭവനം, ഓരോരുത്തർക്കുള്ള ഭവനം തയ്യാറാകുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. റജീനയെ സംബന്ധിച്ച് തൻ്റെ ഭവനം അവിടെ ഒരുക്കിയത് ഈശോയുടെ തിരുപ്പിറവിയുടെ ദിവസം തന്നെയാണ്. ക്രിസ്മസ് ദിവസം തന്നെയാണ് തൻ്റെ ആ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് വിളി ലഭിച്ചത്. ഈ ഓരോ വിളിയും നമ്മളെ സംബന്ധിച്ചും കാത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വിളിച്ചാലും നമുക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ആ ഭവനം പൂർത്തിയാകുമ്പോൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് തീർച്ചയായിട്ടും പിതാവായ ദൈവം നമ്മുടെ കൂടെയിലേക്ക് വരും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഉള്ള ആഹ്വാനമാണ് ഈശോ നമ്മൾ പറയുന്നത്. എപ്പോഴും ജാഗ്രതയോടുകൂടി നമ്മളായിരിക്കണം എന്നുള്ള സന്ദേശം. നമുക്കറിയാം, കുടുംബജീവിതത്തിൽ ഒരമ്മയുടെ കടമകൾ എന്തോ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് തൻ്റെ അവസാന നിമിഷം വരെയും ആ മക്കളെ ഓർത്ത്, മക്കളുടെയും സുന്ദരമായ ഭാവിയെ ഓർത്ത് ജീവിച്ചു വരുന്ന മകളാണ്. ദൈവകൃപ കൊണ്ട് 6 മക്കളെ ഈ അമ്മച്ചിക്ക് നൽകുവാനായിട്ട് സാധിച്ചു. അവരൊക്കെ ഓരോ രീതിയിൽ അവരൊക്കെ ഇവിടെ ആയിത്തീർന്നിട്ടുണ്ട്. അവരുടെയൊക്കെ തീർച്ചയായിട്ടും സ്നേഹവും താല്പര്യവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അമ്മച്ചി കടന്നു പോകുന്നത്. അപ്പോൾ തിരുവചനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടു, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് എന്ന് പൗലോസ് തെസ്സലോനിക്കാർക്കുള്ള ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പം മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മൾ വിലപിക്കേണ്ട ആവശ്യമില്ല. അവർ സ്വർഗത്തിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആണ് പോയിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഈ 85 അല്ലെങ്കിൽ 84 വർഷത്തിനിടയിൽ വളരെയേറെ ദൈവാനുഗ്രഹത്തോടെ ജീവിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറവുകളോ വേദനയുടെ നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവുകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മോചിച്ച് സ്വർഗസൗഭാഗ്യത്തിന് ഈ മകളെ അർഹയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ വളരെയേറെ പേര് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ മകളെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ മകൾക്ക് സ്വർഗസൗഭാഗ്യം കിട്ടുന്നതിന് വേണ്ടി അവിടെ യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് മക്കൾക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് ആൽബിയും മറ്റേ മക്കളുടെ പേര് കൃത്യമാക്കും. അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ അവരെ ഓർക്കുകയാണ്. അവരുടെ എല്ലാ നല്ല സേവനങ്ങൾക്കൊക്കെ പ്രത്യേകമായ അവസരം നന്ദി പറയുന്നു. എല്ലാവർക്കും പ്രത്യേകമായ രീതിയിൽ ഈ അമ്മച്ചിയുടെ വേർപാടിൽ അവർ ദുഃഖിതരാണ്. അവർക്ക് പ്രത്യേകമായ രീതിയിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ നല്ല ദിവസം, ക്രിസ്മസ് ദിവസം തന്നെ യാത്രയായി ഈ മകൾക്ക് എല്ലാ കൃപകളും നൽകി സ്വർഗസൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്നേഹത്തിൻ്റെ രീതിയിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദുഃഖിതരെ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്ന അഖിലേശൻ ശാന്തി ഒഴിഞ്ഞു. ഒരു ദിവസം വേസനിയായി സോദരിമാരാം മർത്ത മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അമ്മച്ചിയുടെ 7-5 കർമ്മങ്ങളും അടുത്ത തിങ്കളാഴ്ച രാവിലെ 6:30 കുർബാനയോടുകൂടി നടത്തുന്നതാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. മൃതദേഹം ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. പുറത്തുള്ളത് ആദ്യമായിട്ട് വരിയായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. അവർ പോയാൽ മാത്രമേ അകത്തുള്ളവർക്ക് വരാൻ പറ്റുള്ളൂ. ഇനി ആരും ബോഡിയിലേക്ക് നോക്കി നിൽക്കേണ്ട, അങ്ങോട്ട് പുറത്തോട്ടിറങ്ങിക്കും. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിത ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ, അനുദിനമോടോർക്കണമെന്നേ. ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ.
വിടവാങ്ങും നശ്വരമുലകിൽ വിടുതിയെനിക്ക നൽകിയ വസതി
പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ വത്സലസുതരേ കാണില്ല ഭൂമിയിലിനിമേ. മൃദുനായി മിശിഹാ ദിവസം ജീവൻ നേടി കുരിശിൻ പ്രഭയാൽ കർത്താവേ, പിതാവിന്റെ ദാസിയാത്മാവിനെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് വ്യത്യാസം ശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അവരെ കടമയാക്കുകയും ചെയ്ത ദൈവമേ, നിരീക്ഷിതന്മാരും ശ്രമപ്പെടുന്ന അവരുടെ പ്രമാണം വിശുദ്ധമായ വിശുദ്ധമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രൻ വരെ വിശ്രമം നൽകിയതിനെയും അവരുടെ നീ പ്രവർത്തിക്കുകയാണ്. യുവതീകരണത്തിന്റെ ഈ നാമം പിതാവിനും പരിശുദ്ധാത്മാവുമായ അതിനെന്നെ കഴുകുക, ഞാൻ അതിനേക്കാൾ കടമയുള്ളവനാകും. ഈ കബറിടം പോക്കരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതി ബഹുമാനം സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാരിപ്പിക്കട്ടെ.
നീ കൊടിയാകുന്നു. കൊടിയിലേക്ക് നിന്നെ മടങ്ങുവാനായിട്ട് സ്വർഗ്ഗത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ സംസാരത്തെ അവസരപ്പെടുത്തട്ടെ. ഈ സ്വീകരിച്ച ദൈവത്തിന്റെ ആശ്രയത്തിനെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാഥനും സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസൻ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങേ ദാസിയെ വിളിക്കുകയും വഴക്കുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്ന ഞങ്ങളെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹ്നിയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ. നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുവാനാകട്ടെ. അവിടുത്തെ കൃപാകരങ്ങൾ വസിക്കുകയും അവിടുത്തെ കാലങ്ങളുടെ കൃത്യതകൾ അനുഗ്രഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ.
വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും.
പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ, വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാ